അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട സീൻ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇൻഷാ അല്ലാഹ് നമ്മളിന്ന് ഇംഗ്ലീഷിൻ്റെ ഗ്രാമറ്റിക്കലായ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് இந்த ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ ജസ്റ്റ് ഒരു റിവൈൻഡിങ് കൂടി കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത കാര്യം പറയാം. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാവും, എന്നാലും ചിലർക്ക് ഓർമ്മ ഉണ്ടാവും. പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കാര്യം എടുത്തിരുന്നു. വളരെ സിമ്പിളായ രീതിയിൽ അതിൻ്റെ ഒരു ഷോർട്ട് പറഞ്ഞുകൊണ്ട് നമ്മളൊക്കെ അടുത്ത കാര്യത്തിലേക്ക് കടക്കാം. ഇതാണ് പാർട്സ് ഓഫ് സ്പീച്ച്. നിങ്ങൾ ഈ 8 കാര്യങ്ങൾ നോക്കിയേ. പേരുകൾ, നൗണ്, പ്രനൗണ്, അഡ്ജക്റ്റീവ്, അഡ്വർബ്, വെർബ്, പ്രപ്പോസിഷൻ, കൺജക്ഷൻ, ഇൻ്റർജെക്ഷൻ. ഇപ്പോൾ ഇത് നമ്മൾ പലതവണ ക്ലാസ്സിൽ നിന്ന് പറഞ്ഞതാണ്, നിങ്ങൾ കൊണ്ട് എഴുതിപ്പിച്ചതാണ്. എന്നാലും അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലെന്ന നിലക്ക് ഒരു ഷോർട്ട് ഞാൻ കൂടി പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ നൗണ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പേരിനാണ്. ഒരു വ്യക്തിയുടെയോ ഒരു സ്ഥാപനത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു വസ്തു, ഒരു ട്രീ അല്ലെങ്കിൽ ഹൗസ് അല്ലെങ്കിൽ ബിൽഡിംഗ് അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് റഫാൻ, അതൊക്കെ ഒരു നൗണാണ്. അതിൻ്റെ അതേ രൂപത്തിൽ വരുന്ന മറ്റൊരു കാര്യമാണ് പ്രനൗൺ. പ്രനൗൺ എന്ന് പറഞ്ഞാൽ ഒരു നൗണിൻ്റെ സ്ഥാനത്ത് വരുന്ന കാര്യം. അതായത് ഐ, യു, വി, ദേ, ആ തരത്തിലുള്ള ഹി, ഷീ, ഇറ്റ്, അതൊക്കെ പ്രനൗണാണ്, നൗണിൻ്റെ പകരം വരുന്നു. ഇനി അടുത്തതാണ് അഡ്ജക്റ്റീവ്. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു നൗണിനെ വിശദീകരിക്കാൻ വരുന്നു. അപ്പോൾ നൗൺ, ഹൗസ് എന്നത് നൗണാണ്. അതിനെ വിശദീകരിക്കാൻ നമ്മൾ എന്ത് പറയും? ബിഗ് ഹൗസ്. ബിഗ് ഹൗസ് എന്ന് പറയുമ്പോൾ ഹൗസ് എന്താണ്? നൗണാണ്, വീട്. അതിൻ്റെ കൂടെ നമ്മൾ ബിഗ് എന്ന് കൂട്ടി കൊടുക്കുന്നു, ബിഗ് ഹൗസ്. അപ്പോൾ എന്താവും? വലിയ വീട് എന്ന് പറയുമ്പോൾ ആ ബിഗിനെ നമ്മൾ എന്ത് പറയും? അഡ്ജക്റ്റീവ് എന്ന് വിളിക്കും. ഓക്കെ, സിമ്പിളായിട്ട് പറഞ്ഞാണ്. ഉദാഹരണം നമുക്ക് വിശദീകരിച്ചിട്ട് പറയാം. അതാണ് അഡ്ജക്റ്റീവ്. അപ്പോൾ അടുത്തത് അഡ്വർബ് വരുന്നുണ്ട്. എന്താണ് അഡ്വർബ്? അഡ്വർബ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വെർബിനെ വിശദീകരിക്കും. ഞാൻ നടക്കുന്നു. നടക്കുന്നു എങ്ങനെ നടക്കുന്നു? സ്ലോലി, ഞാൻ പതിയെ നടക്കുന്നു. അപ്പോൾ നടക്കുന്നു എന്നത് സ്ലോ ആണല്ലോ. അപ്പോൾ ആ നടക്കുന്നു എന്ന വെർബിനെ നമ്മൾ വിശദീകരിക്കുകയാണ് സ്ലോലി, പതിയെ നടക്കുന്നു, അല്ലെങ്കിൽ ഫാസ്റ്റ്, സ്പീഡിൽ നടക്കുന്നു, അല്ലെങ്കിൽ കിക്ക്. അപ്പോൾ അതിനെയാണ് എന്താ പറയുക? അഡ്വർബ് പറയുക. ഒരു വെർബിനെ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി? വിശദീകരിക്കാൻ വേണ്ടി. ഇപ്പോൾ ഐ ജമ്പ് ഹൈ, ഞാൻ ഉയരത്തിൽ ചാടുന്നു. അപ്പോൾ ജമ്പ് വെർബാണ്, ഹൈ ഉയരത്തിൽ ചാടുന്നു. അപ്പോൾ ചാടുന്നതിനെ വിശദീകരിക്കാൻ വേണ്ടിയാണ് അത് വന്നത്. അപ്പോൾ അതെന്താണ്? അഡ്വർബാണ്. ഓക്കെ, അപ്പോൾ അതാണ് അഡ്ജക്റ്റീവും അഡ്വർബും തമ്മിലുള്ള വ്യത്യാസം. പിന്നീട് വെർബ് വരുന്നുണ്ട്. വെർബ് എന്നാൽ സാധാ ക്രിയ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ, അതാണ് വെർബ്. ഇത് ഈ 5 നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ള പ്രപ്പോസിഷനും കൺജക്ഷനും ഇൻ്റർജെക്ഷനുമാണ്. ഇത് പറയാം നമുക്ക് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ നൗണ്, പ്രനൗൺ, അഡ്ജക്റ്റീവ്, അഡ്വർബ്, വെർബ്, ഇത് നിങ്ങൾക്ക് ഒരിക്കലും ഇനി മാറിപ്പോവരുത്. ഓക്കെ, പക്ഷേ അടുത്ത വീഡിയോയിൽ നമുക്ക് എന്ത് പറയാം? പ്രപ്പോസിഷന്, കൺജക്ഷന്, ഇൻ്റർജെക്ഷനെ കുറിച്ച് പറയാം. ഓക്കെ.